ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രാൻഡ് BMR നമ്മൾ പണിഞ്ഞിറക്കിയിട്ടുണ്ട്. അപ്പോൾ റിവീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതേ കൊമ്പ് കണ്ടു. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റം ഗൈസ്. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കിഡ്നാപ്പർ, ഇതാണ് നമ്മുടെ എഡിഷൻ നെയിം, കിഡ്നാപ്പർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മളിത് അടിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല സൈഡിലൊക്കെ നമ്മുടെ എഡിഷൻ നെയിം കൊടുത്തു, കിഡ്നാപ്പർ. പിന്നെ മറ്റേ ബ്ലൂ കളർ ലൈനൊക്കെ ഇട്ടു. പിന്നെ വീൽ കപ്പ് ഇതേ കണ്ടില്ലേ, വീൽ കപ്പ് മാറ്റി നമ്മൾ ബ്ലൂ കളറാക്കി. ബാക്കിലെ റെഡ് കളറും ആക്കി. ഓക്കെ, ഇപ്പം നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടിട്ടതാണ് വർക്കെല്ലാം കഴിഞ്ഞിട്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇതേ ബാക്കിലെ വീൽ കപ്പ് കണ്ടില്ലേ, റെഡ് കളറാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ. നമ്മുടെ ഫുള്ള് ലൈറ്റ് വർക്ക് കാണണമെങ്കിൽ നൈറ്റാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഒരു ട്രിപ്പ് എടുക്കുന്ന ടൈമിൽ കാണിക്കാം. ഓക്കെ, അതെ ഫ്രണ്ടിലെ വീൽ കപ്പ് കണ്ടില്ലേ. അപ്പോൾ അത് ബാക്കിൽ ഇതാണ്, ഇങ്ങനെ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ അവിടെ റിവേഴ്സ് ലൈറ്റൊക്കെ ഉള്ളത് നമ്മൾ ചുമ്മാ ഒരു കളർഫുള്ളായിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് അടിയിൽ ഇതാണ്, കണ്ടില്ലേ, ഇതാണ് കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്. അടിയിൽ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് രാത്രിയിലാണ് അതിൻ്റെ ഒരു കറക്റ്റ് വിഷൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്, എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇവിടെ നമ്മുടെ ബ്രോ ഓഫ് ബോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് എഡിഷൻ നെയിം, കിഡ്നാപ്പർ എന്നാണ്. ഓക്കെ, ഇത് നമ്മുടെ അകത്തൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കാണിച്ചു തരാം. ഇത് അടിയിലെ ലൈറ്റാണ് ഇത് കാണുന്നത്, താഴെ. ഇത് നമ്മുടെ VS4 സ്റ്റിയറിങ്. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റുമായിരിക്കും. കാരണം ഇപ്പം ഡേ ആയതുകൊണ്ട് നൈറ്റ് ആകുമ്പോൾ നല്ലതായിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഇത് നമ്മൾ ബോണറ്റൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ എൻജിനൊക്കെ കാണാൻ പറ്റും, കണ്ടില്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ എയർ ഹോണൊക്കെ എക്സ്ട്രാ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അകത്തെ മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. ഇതാണ് നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ സീറ്റ് കവറൊക്കെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, പിന്നെ കർട്ടനൊക്കെ ഗ്രീൻ കളറാക്കി. ഓക്കെ, പിന്നെ ഇങ്ങനെ ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ബാക്കിൽ നമ്മുടെ JBL ആണ് ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, അപ്പുറത്ത് സബ് വൂഫറൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ അകത്തെ സീറ്റിൻ്റെ ഒരു വ്യൂ. ഓക്കെ, ഇവിടെ നമ്മുടെ ലഗേജൊക്കെ വെക്കാനുള്ള സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പകുതി വർക്കും നമ്മൾ തീർത്തു. ഓക്കെ, ഇനിയും കുറച്ച് വർക്ക് കൂടെ ഉണ്ട്. അതായത് നമ്മുടെ അകത്തെ എൻജിൻ്റെ കാര്യമായിട്ട് ഓയിൽ മാറണം, അങ്ങനെ കുറച്ച് വർക്കേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇവനെ അങ്ങ് ഇറക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവൻ്റെ അകത്തേക്ക് കയറുവാണ്. അത് കഴിഞ്ഞ് ഇവനെ നമുക്ക് നമ്മുടെ ഷെഡിൽ കൊണ്ടിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവൻ്റെ ഇൻറ്റീരിയർ ഉള്ളൊരു വ്യൂ. കുറച്ച് നമ്മുടെ സ്മൈലി ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാലയിൽ നമ്മുടെ വണ്ടിയുടെ നെയിമും എഡിഷൻ നെയിമും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റിയറിംഗ് കവർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. നമ്മളൊരു റെഡും ബ്ലാക്കും കോംബോ വരുന്നൊരു സ്റ്റിയറിംഗ് കവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മുടെ BS4 ആണ്. ഓക്കെ, എന്തായാലും ഒന്ന് എടുത്തേക്കാം നമുക്കിവനെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഷെഡിൽ കൊണ്ടിടാം. ഓക്കെ, ഇത് അവിടെ ഒരു KSRTC ഒക്കെ ബ്ലോക്കായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അയ്യോ പണിയായല്ലോ, ഇനി എങ്ങനെ പോയിടുന്നു. ഓക്കെ, എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പോവാം. ഓക്കെ, പോട്ടെ. നമുക്കത് നമ്മുടെ പീക്കാച്ചു ഒക്കെ വന്ന് ഇവിടെ പെട്ട് കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവനെ എടുത്താണ്ട് അങ്ങ് പോവാം. നമ്മൾ ഡോറൊക്കെ തുറന്നിട്ടേക്കുവാണ്.
ഇവന് നമ്മൾ ഇച്ചിരി അടി തട്ടുന്ന പ്രശ്നമൊക്കെ കുറവുണ്ട് ഇവന്, കാരണം ഇവൻ്റെ സസ്പെൻഷൻ ഇച്ചിരി നമ്മൾ ഇങ്ങനെ പൊക്കി വെച്ചേക്കുവാണ്. അതാണ് ഓക്കെ. എന്തായാലും നമുക്ക് ഇങ്ങനെ എടുക്കൊണ്ട് പോകാം. ഓക്കെ, നല്ല സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്, നല്ല അടിപൊളി സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമ്മളിത് കഴിഞ്ഞ് നമ്മുടെ നല്ലൊരു സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇവനുമായിട്ട് ട്രിപ്പ് എടുക്കുന്ന വീഡിയോ ഉടനെ വരും. അതിന് മുമ്പ് നമ്മുടെ സിനിസ്റ്ററിൻ്റെ വീഡിയോ ആയിരിക്കും വരുന്നത്, കാരണം അവനെ നമ്മൾ ഗ്രാഫിക്സ് അടിച്ചതിന് ശേഷം ട്രിപ്പൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ സിനിസ്റ്ററിന് ട്രിപ്പൊന്നുമില്ല, അപ്പോൾ അവനും അവിടെ കിടപ്പുണ്ട് നമ്മുടെ ഷെഡിൽ. അതിൻ്റെ കൂടെ നമുക്ക് ഇവനെയും കൂടെ കൊണ്ടിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.